ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിതാ വന്നത് കൂവപ്പൊടിയും ഇത്തിരി തേങ്ങയും വെച്ചിട്ട് നല്ല കിടിലം വെറൈറ്റി ഡ്രിങ്കിൻ്റെ നല്ലൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഈ ഒരു ഡ്രിങ്ക് ഇങ്ങനെ ഉണ്ടാക്കി കുടിക്കുകയാണ് അടിപൊളി ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതാ കൂവപ്പൊടിയും തേങ്ങയും കൊണ്ടുള്ള ഈ ഒരു കിടിലൻ ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു ഗ്ലാസ്സോളം കൂവപ്പൊടി ഇതുപോലെ പാത്രത്തിൽ ഇട്ട് കൊടുത്തേനെ. വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല കിടിലൻ നല്ല ടേസ്റ്റിയായ ഡ്രിങ്കാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു വട്ടം ഇതുപോലെ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും. അത്രയ്ക്ക് നല്ല ടേസ്റ്റിൽ എളുപ്പത്തിലതാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത്. വെറും 2-3 മിനിറ്റ് മാത്രം അതിൽ നമുക്ക് ഈ ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാൻ. ഈ ഒരു പൊടി കൊണ്ട് 3 രീതിയിൽ ഞാൻ ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കണ്ടേ. ഇനി ഇതിലേക്ക് ആവശ്യമായത് തേങ്ങ ഏകദേശം ഒരു 3-4 സ്പൂണ് തേങ്ങ ഉണ്ടാവുക. ഏത് കുടിക്കാത്തവരും കുടിച്ച് പോകട്ടോ. ഈ ഒരു ഡ്രിങ്ക് ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. മൂത്രച്ചൂടിനും എല്ലാത്തിനും ബെസ്റ്റാണല്ലോ ഈ ഒരു കൂവപ്പൊടി. അപ്പോൾ അതാ ഇതിലേക്ക് ഞാനിതാ 2 ഗ്ലാസ് വരെ വെള്ളം ഒഴിച്ച് കൊടുക്കണ്ടേ. ആദ്യ ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഇങ്ങോട്ട് ഇളക്കിയെടുത്തതിന് ശേഷം വീണ്ടും ഞാനിതാ 1 ഗ്ലാസ് വരെ വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കിയെടുക്കണേ. പനി ആയതുകൊണ്ട് ശബ്ദത്തിൽ ചെറിയൊരു മാറ്റം ഉണ്ട് കേട്ടോ, അപ്പോൾ എല്ലാവരും ക്ഷമിക്കണേ. ഇനി ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം കേട്ടോ നമുക്ക് ഈ ഒരു കൂവപ്പൊടിൻ്റെ ഈ ഡ്രിങ്ക് ഇങ്ങനെ ഇളക്കിയെടുക്കാൻ. പെട്ടെന്നൊക്കെ ഇങ്ങോട്ട് കട്ടിയാവും, അതുകൊണ്ടാണ് ചെറിയ തീയിൽ വെച്ചിട്ട് ഇതുപോലെ കയ്യേക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കണേ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് തേങ്ങ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കണം കേട്ടോ. ഏകദേശം ഒരു 3-4 സ്പൂണ് തേങ്ങ ഉണ്ടാവും, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ കുറുക്കി ഇങ്ങനെ എടുക്കുക കേട്ടോ. എന്തായാലും ഉണ്ടാക്കി നോക്കണേ. ഗസ്റ്റൊക്കെ വരുമ്പോഴും പിന്നെ ഈ ഒരു വേനൽക്കാലത്ത് ചൂടിനും നോമ്പിൻ്റെ ക്ഷീണത്തിനൊക്കെ ബെസ്റ്റാണ് കേട്ടോ ഈ ഒരു ഡ്രിങ്ക്. ഇത് വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. കൂവപ്പൊടി കൊണ്ടുണ്ടാക്കിയ ഡ്രിങ്കാണെന്ന് ഒരിക്കലും പറയില്ല കേട്ടോ. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ഈ ഒരു ഡ്രിങ്ക്. കണ്ടില്ലേ, ഇതേപോലെ ഇങ്ങനെ ഇളക്കിയെടുത്തതിന് ശേഷം ഇത് ചൂടാറിയ ഒന്നും കൂടി കട്ടിയാവും കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു അവസ്ഥ ആകുമ്പോൾ ഒന്നങ്ങോട്ട് വാങ്ങി വെക്കണം. ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെ വേണ്ടത് ഇളക്കിയെടുക്കാൻ, എന്നാലും അതിൽ ആ പൊടി നന്നായിട്ട് വെന്ത് കിട്ടുള്ളേ. അങ്ങനെ ചൂടാറിയതിന് ശേഷം ഞാനത് മിക്സിൻ്റെ ജാർ എടുത്തതിനേക്ക് ഈ ഒരു പൊടി 3 പ്രാവശ്യമാക്കിയിട്ട് 3 ഡ്രിങ്ക് ആക്കിയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള പൊടി അടുത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കണ്ടേ. ഇനി ഇതിലേക്ക് ഞാനിതാ പാലാണ് കേട്ടോ 1 ഗ്ലാസ് ഒഴിച്ച് കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അടിപൊളി ടേസ്റ്റ് ആയിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഇനി നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുത്തതിന് ശേഷം നമ്മളെ ഫസ്റ്റത്തെ ഡ്രിങ്ക് റെഡി ആയതിന്. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കുക, അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ. പിന്നെ ഇതിലേക്ക് ഞാൻ 10 മിനിറ്റ് മുന്നേ വെള്ളത്തിലിട്ട് ഒരു കസകസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മതിയേ. ഇങ്ങനെ തന്നെ വലിച്ചു കുടിക്കാൻ തോന്നുന്ന അത്രയ്ക്ക് ടേസ്റ്റാണ്. അങ്ങനെ നമ്മളെ ഈ ഒരു ഡ്രിങ്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇനി അടുത്ത ഡ്രിങ്കും കൂടി ഞാനത് സ്പെഷ്യലായിട്ടൊരു സംഭവം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബാക്കിയുള്ള ആ ഒരു കൂവപ്പൊടിൻ്റെ മാവ് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ 1 ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സംഭവം സ്പെഷ്യലാണ് കേട്ടോ. ഈ ഒരു ജ്യൂസ് ഈ ഒരു ഡ്രിങ്ക് തന്നെ മാറ്റിമറിയുന്ന ഒരു സംഭവമാണ്. 5 റുപ്യൻ്റെ ഓർലിക്സും പാക്കറ്റ് ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഈ ഒരു ഓർലിക്സും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ഡ്രിങ്കിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെ മറിക്കും കേട്ടോ. ഒരിക്കലും കൂവപ്പൊടി ഉണ്ടാക്കിയതാണ് പറയില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇങ്ങനെ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്ക്, ഒന്ന് കുടിച്ച് നോക്കണ്ടേ. അങ്ങനെ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ നമ്മളെ രണ്ടാമത്തെ ഈ ഒരു ഡ്രിങ്കും കൂടി റെഡി ആയതിന് ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. ഈ ഒരു ഹോർലിക്സിൻ്റെ ആ ഒരു രുചിയും കൂടി ഇതിലേക്കിട്ട് കിട്ടുകയാണല്ലോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുത്തു നോക്കേണ്ടി കേട്ടോ. ഒരിക്കലും ഈ ഒരു കൂവപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് പറയില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. അങ്ങനെ ഈ ഒരു ഡ്രിങ്കും കൂടി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇനി 3ാമത്തെ ഡ്രിങ്കും കൂടി ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ സ്പെഷ്യലായിട്ടൊരു സംഭവം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നേരത്തെ ബാക്കിയുള്ള ആ കൂവപ്പൊടിയിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ നേരത്തെ ചെയ്തായിരുന്നു പാലും പഞ്ചസാരയും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് സ്പെഷ്യലായിട്ട് സംഭവം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു അടിപൊളി ടേസ്റ്റിൻ്റെ ഒരു വെറൈറ്റിയാണ്.
ഒരു പഴതാ ചെറിയ പഴമാണ്, ഇതുപോലെ തൊലിച്ചിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഒരു വേനൽക്കാലത്ത് ചൂടിനൊക്കെ ബെസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ കുടിക്കാത്തവർ വരെ കുടിച്ച് പോകുന്ന അത്രയും നല്ല ടേസ്റ്റായിട്ട് ഇങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ. പിന്നെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും, പിന്നെ ഇതിലേക്ക് ഞാനൊരു സംഭവം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫിസ്ത ഉണ്ടല്ലോ, നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ 3-4 തുള്ളിയൊന്ന് ഒഴിച്ച് കൊടുക്കേണ്ടിട്ടോ. കാണാനും നല്ലൊരു മൊഞ്ചാണ്, കുടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു ഫിസ്തൻ്റെ ഒക്കെ ആ ഒരു ഫേവറേറ്റും കൂടി വരുമ്പോൾ അതും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇങ്ങോട്ട് അരച്ചെടുത്തിട്ട് നമ്മൾ ഈ ഒരു 3ാമത്തെ ഡ്രിങ്കും റെഡി ആയിന്. ഇതിലേക്ക് കുറച്ച് കസുകസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ ഹോർലിക്സിൻ്റെ ആ ഡ്രിങ്ക് ഉണ്ടാക്കില്ല, അതിലേക്ക് കസുകസ് ഇട്ട് കൊടുക്കണമെങ്കിൽ കൊടുക്കട്ടോ. ഞാൻ പിന്നെ അതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ലേ. നിങ്ങളെ കയ്യിൽ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ, അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അങ്ങനെതാ ഇതിലേക്ക് ഈ ഒരു ഡ്രിങ്ക് ഇതിങ്ങനെ ഇട്ട് കൊടുത്തിട്ടൊക്കെ അടിപൊളിയായിട്ട് തന്നെ കിട്ടണം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികൾ, ടിപ്സ് പിന്നെ അതെല്ലാം ഡ്രിങ്കൊക്കെ നമ്മളെ ചാനലിലുണ്ട്. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടു നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത്